നമസ്കാരം. ഇന്ന് ഇന്ന് മലയാളം സെഷൻ പ്രോഗ്രാമിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മുഖത്തിന്റെ ഉടമയായ ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവ നയിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ് ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അപ്പോ നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ നമുക്ക് പല പ്രാവശ്യം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഏത് വിഷയത്തിലാണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹ്യൂബർട്ട് ഡോക്ടറെ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നന്ദി, എല്ലാവർക്കും നന്ദി. ഇന്ന് ക്ലാസ് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ടാവാം. ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു പ്രസംഗം ഇങ്ങനെ നടക്കുക. അതിൽ പറയുകയാണ്, കുറച്ച് ആൾക്കാർ ജീസസ് ഒരിടത്ത് നിൽക്കുന്നു. കുറച്ച് ആൾക്കാർ വന്ന് അവിടെ നോക്കിയപ്പോൾ ഒരുപാട് ജനം തിങ്ങിക്കൂടി നിന്ന് അകത്തോട്ട് കയറാൻ നിവർത്തിയില്ല. അപ്പോൾ അവർ ഓടിളക്കി ഒരു തളർവാദ രോഗിയെ ഇതിൻ്റെ ഇടയിൽ കൂടെ, ഓട്ടിൻ്റെ ഇടയിൽ കൂടെ നേരെ ഇറക്കി ജീസസിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്നു. അപ്പോഴൊരു തളർവാദ രോഗിയാണ്, അയാൾ കട്ടിലോട് കൂടിയാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കട്ടിലോട് കൂടി ഇറക്കി വെച്ചിരിക്കുന്ന വ്യക്തിയോട് ഇവരെല്ലാം ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസത്തോടു കൂടിയാണ് അവർ 4 പേര് ചേർന്നാണ് ഒരാളെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് ജീസസ് അവരോട് പറഞ്ഞു, ആ മനുഷ്യനോട് പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇത് കേട്ടിരുന്നപ്പോൾ എല്ലാവർക്കും പെരുമാറി കിറുകിറുപ്പായി. ഇവൻ ഇതെന്ത് പറച്ചില്ല, പാവങ്ങൾ മോചിച്ചിരിക്കുന്നു ഒരു മനുഷ്യനടുത്ത്, ഇത് ആർക്കാ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞുള്ള ചിന്താഗതികളൊക്കെ വന്നു. അപ്പോൾ ജീസസ് 2 ചോദ്യം ചോദിക്കണം. ഞാൻ പാപം മോചിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പം, അത് ഈ മനുഷ്യനെ എഴുന്നേപ്പിച്ച് നടത്തുന്നതാണോ ഉചിതം? ഉടനെ അവർ ആശയക്കുഴപ്പത്തിലായി. ഉടൻ ജീസസ് തന്നെ പറയാണ്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നീ പൊയ്ക്കൊള്ളുക. ഈ ഒരു സംഭവം കിടക്കയെടുത്ത് ആ മനുഷ്യൻ പോയതായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടു തീർന്നതിന് ശേഷം ഈ അച്ഛനൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അതായത് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ടാണ്. ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു, അവരൊരു അത്ഭുതം പ്രതീക്ഷിച്ചു. ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഭഗവത്ഗീതയിൽ ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ, 4-ാം അധ്യായം എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ്. ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ് മൊത്തം 4-ാം അധ്യായം. അതിൽ പറയാണ്, ഒന്നിലും ആശ്രയമില്ലാതെ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി സർവ സുഖ സ്വഭാവങ്ങളെയും പരിത്യജിച്ച് വെറും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നവനെ പാപം ബാധിക്കുകയില്ല. അപ്പോൾ ഒരു പാപത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതായത് ഒന്നിലും ആശയില്ലാതെ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി സർവ സുഖാനുഭാവങ്ങളെയും പരിത്യജിച്ച് വെറും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നവനെ പാപം ബാധിക്കുകയില്ല. അപ്പോൾ രോഗത്തിന് നമ്മൾ ഹാനിമാൻ ഓർഗനോളിൽ പറയുന്നുണ്ട്, ദ ഡിസീസ്, വാട്ട് ഈസ് ടു ബി ക്യൂവേർഡ് ഇൻ എ ഡിസീസ്. നമ്മൾ രോഗം ചികിത്സിക്കുന്നവരാണ്. നമ്മൾ രോഗം ചികിത്സിക്കുന്നവർ എന്തിനെ ചികിത്സിക്കണം, എന്തിനെയൊക്കെ ചികിത്സിക്കണം.
അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ചികിത്സിക്കുന്ന സമയത്ത് ഹാനിമാൻ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി തൻ്റെ തിയറി നമുക്ക് തന്നിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിലെയും അവൻ്റെ സുഖാനുഭവങ്ങളെയും ദുഃഖാനുഭവങ്ങളെയും എല്ലാം ഉൾപ്പെടെ അവൻ്റെ ആത്മാവിനെയും എല്ലാം നമ്മൾ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ഒരേ സമയത്ത് പാപത്തിനെയും മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ആരാണ് ക്ലീൻ ആവേണ്ടത്? ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറാണ് ആദ്യം ക്ലീൻ ആവേണ്ടത്. ഡോക്ടറാണ് അവൻ്റെ മനസ്സ് ആദ്യം ശരിയായിട്ട് വയ്ക്കേണ്ടത്. ഒരു ഡോക്ടറാണ് ജ്ഞാനം നേടിക്കൊണ്ടിരിക്കണം. ഒരു ഡോക്ടറുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരിക്കണം ഒരു രോഗി രക്ഷപ്പെടണം എന്നുള്ളത്. അത് ഏതൊക്കെ വിധത്തിലാണ്? സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു സുഖം ആ മനുഷ്യന് പ്രദാനം ചെയ്യണം. ആ മനുഷ്യൻ്റെ ഈ ജീവിതം മാത്രമല്ല, ആ മനുഷ്യന് പരലോകത്തിലും നമ്മളെല്ലാവരും പരലോക ജീവിതത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാനിമാൻ ഇപ്പോഴുണ്ടോ? ഹാനിമാൻ ഉണ്ടോ? ഉണ്ട്. മറ്റൊരു ലോകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ഹാനിമാൻ ജീവനോടെ ഉണ്ട്. ആത്മാവിൻ്റെ നിത്യത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ സൗഖ്യപ്പെടുക എന്ന് പറഞ്ഞു തന്നാൽ ശരീരത്തിൻ്റെ സുഖം മാത്രമല്ല, ആത്മാവിൻ്റെ സുഖം മാത്രമല്ല, അവനെ നിത്യജീവിതത്തിലേക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും ഓരോ ഡോക്ടറിനും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡയഗ്നോസിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. കുറച്ച് വാക്കുകൾ കൊടുക്കുമ്പോൾ ഡയഗ്നോസിസ് എന്നാവും. അങ്ങനെയല്ല. നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു തരുമ്പോൾ എല്ലാ എക്സ്റ്റെൻറ്റിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സ്റ്റെൻറ്റിലും ആ ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചോ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു തരുന്നത്. ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു പറഞ്ഞാൽ കുറച്ച് സിംറ്റംസ് അല്ല. നമ്മൾ കുറേ സിംറ്റംസ് എടുത്ത് ഒരു 2000 സിംറ്റംസ് എടുത്തു, ആ മനുഷ്യൻ്റെ 2000 സിംറ്റംസ് എടുത്തു തീർന്നാൽ ടോട്ടാലിറ്റി ആവുന്നില്ല. ശരിക്കുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ടോട്ടാലിറ്റി ഉണ്ടാകുന്നത്. ഒരു 4-5 വർഷമാവും. ഒരു വയസ്സിന് എല്ലാവരും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് വന്നു. 80 വയസ്സായൊരു മനുഷ്യൻ, നല്ല കരുത്തനായ മനുഷ്യൻ, പക്ഷെ ചെവി കേട്ടൂടാ. അയാൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ എടുത്തോണ്ട് വന്നു. ഈ മനുഷ്യൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചാൽ കേൾക്കത്തില്ല. ഇയാൾ ആ 80ാമത്തെ വയസ്സിലും അയാളെക്കുറിച്ച് അവർ പറഞ്ഞത്, ബാക്കിയുള്ളവർ പറഞ്ഞ ഇതാണ്: ഈ മനുഷ്യൻ ഒരിക്കലും ആശുപത്രിയിൽ പോയിട്ടില്ല. ഈ മനുഷ്യൻ പ്ലാവിൽ കയറും. ഈ 80ാമത്തെ വയസ്സിൽ പ്ലാവിൽ കയറും. അത്രയും ശക്തനായ മനുഷ്യൻ. മസിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു 4.5 ഏക്കർ സ്ഥലമുണ്ട്, നല്ല പാറ പോലത്തെ സ്ഥലം. ഇതെല്ലാം ഇദ്ദേഹം വെട്ടിക്കിളയ്ക്കും. 2 ഭാര്യമാരും ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യന്, ഞാനിങ്ങനെ കിടക്കുന്നു, ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ കുറച്ച് മരുന്ന് കൊടുത്തു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പയ്യെ അനങ്ങി തുടങ്ങി, ശരീരമൊക്കെ അനങ്ങി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ ഏകദേശം 1 മാസം കൊണ്ട് നല്ല സുഖമായി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അയാൾ ഈ തിരക്കേറിയ റോഡിൽ കൂടെ അയാൾ സൈക്കിളും ചവിട്ടി നേരെ എൻ്റെ ക്ലിനിക്കിലോട്ട് വന്നു. ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം തിരക്കേറിയ റോഡിൽ ഇയാൾക്ക് ചെവിയൊന്നും കേൾക്കാൻ പറ്റും. ചെവി എന്ന് പറയുന്നത് കേൾക്കാനേ ഇല്ല, 2 ചെവിയും കേൾക്കാനില്ല. അപ്പോൾ ഈ മനുഷ്യൻ ഈ തിരക്കേറിയ റോഡിൽ കൂടെ സൈക്കിളും ചവിട്ടി വന്നു. 80 വയസ്സുകാരൻ സൈക്കിളും ചവിട്ടി വന്നു. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു. പിന്നെ ഈ മനുഷ്യനെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ആൾക്കാരോട് ചോദിച്ചു, ആ ഭാഗത്തു നിന്ന് വന്നവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യൻ പണ്ടുണ്ടായിരുന്നു, ആ മനുഷ്യൻ ഉണ്ടാകുന്ന വെച്ചാൽ, അയാൾ നല്ല ആരോഗ്യമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞു. ഞാൻ കൊടുത്ത മരുന്നുകൾ ഇതൊക്കെയാണ്: ഓറമെറ്റ്, പിന്നെ ആർണിക്ക, ബെൽഡോണ, മാക്ഫോസ്, പിന്നെ സ്പൈജീലിയ, കാക്ടസ്, കാർബോബേജ്, ചൈന. ഇത്രയും മരുന്ന്, കൽക്കറിയ ഫ്ലോറൂഡ. ഇത്രയും മരുന്നാണ് ഞാൻ ഈ മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മരുന്നുകൾ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ട് പലപ്പോഴും ഇതുപോലുള്ള കേസുകൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക്, എല്ലാം ഞാൻ നോക്കുന്ന സ്ട്രോക്ക് ചികിത്സിച്ച എല്ലാ കേസുകളും തന്നെ സക്സസ് ആണ്. ഒന്നും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം സുഖപ്പെട്ട് തീർന്നതിന് ശേഷം ഇദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്നോട് ചോദിച്ചു, ഡോക്ടറെ,
എനിക്കൊരു അത്ഭുതം. ആ മനുഷ്യനെ കൊണ്ടുവന്ന ദിവസം മുതൽ ആ മനുഷ്യൻ നടക്കുന്നത് സൈക്കിൾ ചവിട്ടുന്നവരെ ഞാൻ കണ്ടു. ഡോക്ടർ ഇതുവരെ ഒരു ടെസ്റ്റും എഴുതിയില്ല, രോഗം എന്താണെന്ന് ചോദിച്ചില്ല, ഒന്നും തന്നെ ചോദിച്ചില്ല. മരുന്നുകൾ അങ്ങ് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം സുഖപ്പെടുകയും ചെയ്തു. എന്ത് അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ചികിത്സിച്ചത്? അപ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഒരിക്കൽ നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വളരെ ഫേമസ്, വളരെ അത്ര വലിയ പേരൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞ എന്താണെന്ന് വെച്ചിരുന്നത്, ഇവിടെ ചന്ദ്രബോസ് എന്നാണ് ഡോക്ടറുടെ പേര്, മരിച്ചുപോയി. നമ്മുടെ ഐറാണി മുട്ടത്ത് അതിൻ്റെ ആശുപത്രി, ഒരു കൊച്ചൊരു ആശുപത്രി ഉണ്ടായിരുന്നു. പുള്ളി പറയാണ്, ഹ്യൂബർട്ടെ, ഒരാൾ വന്ന് കിടക്കുകയാണ്, ഒറ്റ കിടപ്പ് കിടക്കുകയാണ്. ആ മനുഷ്യന് എന്ത് സിംറ്റം എടുക്കും? ആ മനുഷ്യൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ കിടക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മൾ ചികിത്സിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറല്ല. ആ ഡോക്ടർ അന്ന് പറഞ്ഞ ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളന്ന് കേട്ടു. കാരണം എന്ന് വെച്ചാൽ പുള്ളി ചികിത്സിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കും. പുള്ളി അന്ന് 3000-5000 രൂപയൊക്കെ ഒരു ഡോസ് ആഴ്സനിക് ആൽബ് കൊടുത്തിട്ടൊക്കെ വാങ്ങിച്ചോളായി. ഒരു ഡോസ് ആഴ്സനിക് ആൽബ് കൊടുത്തിട്ട് പുള്ളി 3000 രൂപ 5000 രൂപ വരെ വാങ്ങിക്കും. അത് കിട്ടിയില്ലെങ്കിൽ പുള്ളി ബോണ്ട് പേപ്പറിൽ എഴുതി വാങ്ങിക്കും. ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഉണ്ട്, കൊച്ചൊരു സംവിധാനത്തിലാണ്. അപ്പൊ ആ ഡോക്ടർ അന്ന് പറഞ്ഞൊരു കാര്യം, അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം നമ്മൾ വാച്ച് ചെയ്യുക. അപ്പം ഇതുപോലെ മറ്റൊരിക്കൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത്, ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു, ഒരു ദീർഘദൂര യാത്ര. അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മുകളിൽ കിടക്കുകയാണ്. അപ്പോൾ നോക്കി വേണം, ഒരു 4 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ഇറങ്ങി തീർന്നപ്പോൾ ഈ കുട്ടികളൊക്കെ ക്യാമ്പസ് ട്രെയിനിങ്ങിന് പോവുകയാണ്. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ക്യാമ്പസ് ട്രെയിനിങ് എന്നൊക്കെ, ക്യാമ്പസിൽ സെലക്ഷന് പോവുകയാണെന്ന്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാൻ അന്ന് ഞാൻ MSc സൈക്കോളജി പഠിക്കാൻ പോകുന്ന ഒരു റൂട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ MSc പഠിക്കാൻ പോകുന്നത്, ഞാൻ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇത്. അപ്പോഴും മനഃശാസ്ത്രമൊക്കെ അറിഞ്ഞു തരുന്നത് നമുക്ക് ആൾക്കാരെ കണ്ട എല്ലാം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നുള്ളതിലേക്ക് ആൾക്കാരെ കണ്ടാൽ മാത്രമല്ല, കാണുമ്പോൾ തന്നെ അവരുടെ രോഗവും നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഇവർ ചോദിച്ചു, എനിക്കെന്താ അസുഖം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യൂറിനറി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവർ മോളേന്നൊരു വിളി വിളിച്ചു. രണ്ടാമത്തെ ആളുടെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു, ചെസ്റ്റ് പെയിന് ഉള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണും അങ്ങ് അന്തം വിട്ട് രണ്ടുപേരും കണ്ണുപിടിച്ചു. മൂന്നാമത്തെ ആളോട് ഞാൻ ചോദിച്ചു, വേണോ അറിയണമെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ വേണ്ട, അറിയണ്ട, പറയണ്ട എന്ന് പറഞ്ഞു. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മളത് കണ്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, നമുക്കൊരു ഹോമിയോപ്പതിക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, നമ്മൾ അവർക്കറിയാത്ത കാര്യങ്ങൾ അവരെക്കുറിച്ച് നമുക്കറിയാൻ കഴിയണം ഒറ്റയടിക്ക് നോട്ടത്തിൽ തന്നെ. അതിന് നമ്മൾ നമ്മുടെ കണ്ണ് ചെക്ക് ചെയ്യണം, എല്ലാം നോക്കണം, നമ്മുടെ ശരീരത്തിന് ചെക്ക് ചെയ്യണം. നമുക്ക് മിക്കവാറും എല്ലാ ഡിസീസുകളും തന്നെ നമ്മുടെ മുഖത്തും ശരീരത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ശാലിനി ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്ന് നോക്കി തിരുന്ന് നമുക്കറിയാം, ഹൈപ്പോതൈറോയിഡിസമാണ്, ഹൈപ്പർ തൈറോയിഡിസമാണ്, അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് നല്ലൊരു ഒബ്സർവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനിയിപ്പോൾ പയ്യെ നമുക്ക് നമ്മുടെ ഷെയർ സ്ക്രീനിലോട്ട് പോവാം. ഞാൻ അന്ന് ഇതാണ് നേരത്തെ പറഞ്ഞത്. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ആരാണ് എന്നുള്ളതിൻ്റെ
ഒരു കാര്യം. ഞാൻ നേരത്തെ മെഡിസിൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, മറ്റെൻ്റെ മെഡിസിന് കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓറമെറ്റ്, ആർഡിക്ക, ബെൽഡോണ, മാക്ഫോസ്, പിന്നെ സ്പൈജീലിയ, കാക്ടസ്, കാർബോബേജ്, ചൈന, കൽക്കേറിയ ഫ്ലോർ. ഇത്രയും മരുന്നുകളാണ് ആ ഒരു വ്യക്തിക്ക് ഉപയോഗിച്ചത്. ഇനി നമുക്ക് പഴയ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. ദ വിക്ക്ഡ്നെസ് ഓഫ് മാൻകൈൻഡ്. വെൻ മാൻകൈൻഡ് ഹാഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഗേൾസ് വെർ ബീങ് ബോൺ, some of the heavenly beings saw that these girls were beautiful, so they took the ones they liked. Then the Lord said, I will not allow people to live forever. They are mortal. For now on they will live no longer than 120 years. In those days and even later, there were giants on the earth who were descendants of human women and the heavenly beings. They are the great heroes of famous men of long ago. മനുഷ്യന്റെ ചരിത്രത്തിൽ നമ്മളിപ്പോൾ മഹാഭാരതമൊക്കെ വായിച്ചിരുന്ന അതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന കാണാം. ഭീഷ്മറിന് 700 വയസ്സ്, ദ്രോണറിന് 600 വയസ്സ്. ഇങ്ങനെയൊക്കെ അവരുടെ ആയുസിനെ കുറിച്ചൊക്കെ ധാരാളം ആയുർദൈർഘ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നോക്കി തീർന്ന നോഹയ്ക്ക് ഇവർക്കൊക്കെ 500, 700 എന്നൊക്കെ പറഞ്ഞ് 964 വയസ്സ് വരെ മനുഷ്യൻ്റെ ആയുസ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ വളരെ സുന്ദരിമാരായി കണ്ട് സ്വർഗലോകത്ത് നിന്ന് ഹെവൻലി ബീയിങ്സ്, അവർ സ്ത്രീകൾ സുന്ദരികളാണെന്ന് കണ്ട് ഭൂമിയിൽ വന്ന് അവർക്ക് മക്കളുണ്ടായി എന്ന് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ധാരാളം മനുഷ്യരുണ്ടായിരുന്നു, ഭയങ്കര വീരശൂര പരാക്രമികളായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. നമ്മളിവിടെ മഹാഭാരതത്തിൽ കാണുന്നുണ്ട്, ഇങ്ങനെ ഇവർ ഹെവൻലി ഗന്ധർവന്മാർ വന്ന് ഭൂമിയിൽ വന്ന് മക്കളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പൂർവികന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പക്ഷേ അങ്ങനെ കണ്ടപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചു, മനുഷ്യൻ്റെ ആയുസ് 120 മതി, അതിൽ കൂടുതൽ വന്ന് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഏജ് ലിമിറ്റ് ചെയ്ത് 120 ആക്കിയതിന് ശേഷമാണ് മനുഷ്യൻ്റെ ആയുസ് 120 കുറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ശരീരത്തിൽ എത്ര തരം സെൽസ് ഉണ്ട്. സെൽസിനെ കുറിച്ച് നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ ഒരു സെക്കൻഡിൽ 38 ലക്ഷം സെല്ലുകൾ ഉണ്ടാകും. ഒറ്റ സെക്കൻഡിൽ അത് പറയുന്നതിനിടയിൽ നമ്മുടെ ശരീരത്തിനകത്ത് 38 ലക്ഷം സെല്ലുകൾ രൂപം കൊണ്ടു കഴിഞ്ഞു. ഒരു ദിവസം 38 ബില്യൺ എങ്ങാണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകൾ പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. സെല്ലുകൾ ഇങ്ങനെ ഒരു സെക്കൻഡിൽ തന്നെ 38 ലക്ഷം സെൽസ് നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുകയാണ്. ഈവൻ ഒരു സെല്ലിനെ കുറിച്ച് പോലും പഠിക്കാനോ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ലോകത്തൊരു മനുഷ്യനും ഇന്നുവരയ്ക്കും അറിയത്തില്ല. ഒരൊറ്റ സെല്ല് അതെങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ രൂപം എങ്ങനെ, അതിന് ജീവൻ എങ്ങനെ ലഭിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സൈറ്റോളജി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സൈറ്റോളജി ഒരു സെല്ലിനെ പോലും അറിയാത്ത മനുഷ്യനാണ് ലോകത്തുള്ളത്. What are the 11 types of cells in the human body? നമ്മുടെ ശരീരത്തിൽ 11 തരം ടൈപ്പ് സെൽസ് ആണുള്ളത്. There are hundreds of types of cells, but the following are the 11 most common. സാധാരണ നിലയിലുള്ള 11 സെൽസ് ആണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. ധാരാളം വേറെ ഉണ്ട്. സ്റ്റെം സെൽസ്, പ്ലൂട്ടോപ്പൊട്ടൻറ്റ് സ്റ്റെം സെൽസ്, ബോൺ സെൽസ്, കളേർഡ് സ്കാനിങ്, ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് ഓഫ് a freeze structured osteocyte surrounded by bone cells, blood cells, muscle cells, fat cells, skin cells, nerve cells, endothelial cells. ഇങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത്രയും സെൽസുകളുണ്ട്. ചിലർ ചോദിക്കും, നിങ്ങൾ മറ്റേ ഈ നമ്മൾ ഹോമിയോപ്പതിയെ കുറിച്ച് പൊതുവെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്യൂഡോ സയൻസ് എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടക്കുന്നുണ്ട്. ആർക്കാണ് ഈ പ്രോസസ്സിങ് അറിയാവുന്നത്? ലോകത്ത് ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാണ് ഒരു സെല്ലിനകത്ത് ഒരു രോഗശാന്തി ഉണ്ടാകുന്നത്? ഇങ്ങനെ പറയാം. നമുക്ക് പലപ്പോഴും നമ്മളും മരുന്ന് കൊടുക്കുന്നുണ്ട്, സുഖപ്പെടുന്നു. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. മൊത്തത്തിലുള്ള പ്രോസസ്സിങ് നമുക്കെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ
അറിഞ്ഞത് കടുകോളം, അറിയാത്തത് കടലോളം. നമുക്കറിയാത്ത ഹിഡനായിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ് ലോകത്തുള്ളത്. നമുക്ക് കുറച്ചൊക്കെ അറിയാവുള്ളൂ, എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സെൽസാണ് നമ്മുടെ ശരീരത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഒരു സെല്ലിൽ നിന്നാണ് ഇതെല്ലാം രൂപം കൊള്ളുന്നത്. സ്പേം സെല്ല്, എഗ് സെല്ല്, റൂട്ട് ഹെയർ സെൽ, സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ, മസിൽ സെൽ, നെർവ് സെൽസ്. ഇനി ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ എത്ര ആയുസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു ഹീലിംഗ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാനുലോസൈറ്റ്, ഇസ്നോഫിൽസിൻ്റെ, ബേസോഫിൽസ്, ന്യൂട്രോഫിൽസിൻ്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 hours മുതൽ 10 മണിക്കൂർ മുതൽ 3 ദിവസമാണ്. സ്റ്റൊമക് ലൈനിങ് സെൽസ്, നമ്മുടെ കുടല് ദഹന അതെല്ലാം ല്യൂമൻ എല്ലാം വരുന്നത് 2 ദിവസമാണ് അവിടുത്തെ സെൽസിൻ്റെ ആയുസ്. സ്പേം സെൽസ്, നമ്മുടെ സെക്ഷൽ സെൽസിൻ്റെ 2 മുതൽ 3 ദിവസം വരെ. കോളൻ സെൽസ് 3 മുതൽ 4 ദിവസം വരെ. എപ്പിത്തീലിയൽ ഓർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 1 വീക്കോ അതിൽ കുറവോ. പ്ലേറ്റ്ലെറ്റ്സ് 10 ദിവസം. സ്കിൻ എപ്പിഡെർമൽ സെൽ 2 ദിവസം മുതൽ 4 ആഴ്ച. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്കിൻ ഡിസീസുകളൊക്കെ വന്നു വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് 1 മാസമൊക്കെ, ഏകദേശം 1 മാസം കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു പ്രാവശ്യമെങ്കിലും സ്കിന്ന് ഊരിപ്പോകുന്നത്. നമ്മളിപ്പോൾ അതിൽ നമ്മൾ കാണാറുണ്ട്, സോറിയാസിസ് ഒക്കെ ആകുമ്പോൾ പല പ്രാവശ്യം സ്കിന്ന് ഫോം ചെയ്യുകയും ശരിയല്ലാത്ത സ്കിന്നായതുകൊണ്ട് പല പ്രാവശ്യം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ട ലിംഫോസൈറ്റ്സ്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള ലിംഫോസൈറ്റ്സ് 2 മാസം വരെ ജീവിച്ചിട്ടുണ്ട്, മോർ ദാൻ എ ഇയർ ചിലത്. പിന്നെ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ RBC 4 മാസം വരെ 120 ദിവസം വരെ ജീവിച്ചിരിക്കും. മാക്രോഫേജസ് months and years. Endothelial cells months and years. Pancreas cells 1 year or more. Bone cells 25 വർഷം മുതൽ 30 വർഷം വരെ ബോൺ സെൽസ് ജീവിച്ചിരിക്കും. അപ്പോൾ ബോൺ സെൽസ് ആണ് നമ്മൾ നോക്കി തരുന്നത് ഏറ്റവും കൂടുതൽ നാൾ ജീവിക്കുന്ന ബോൺ സെൽസ് ആണ്. പിന്നെ വേറെയും ചില സെൽസ് ഉണ്ട്, നമ്മൾ അതിലോട്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കണക്കുകൾ നമുക്ക് അറിഞ്ഞു തീർന്നാൽ നമുക്കിപ്പോൾ ഇൻഡസ്റ്റൈനകത്ത് എത്ര സമയത്തിനകത്ത് മാറ്റം വരും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പ്രശ്നം വന്നു തീർന്നാൽ എത്ര ദിവസം കൊണ്ട് അവിടുത്തെ ഷെഡ് ചെയ്ത് പോകുമെന്ന് നമുക്കറിയാം, എത്ര ദിവസം കൊണ്ട് നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മളെപ്പോഴും പഠിച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് കഴിയും, മുൻകൂട്ടി നമുക്ക് അവരോട് പ്രോഗ്നോസിസ് പറയാനായിട്ട് കഴിയും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സെല്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ സെൽ സൈക്കിൾ കണ്ടെയ്ൻസ് 4 stages. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നുകൂടെയൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. phase 1, phase 2, ഗ്യാപ്പ്, phase and mitosis, phase 4. ഇങ്ങനെ 4 stages. For most human cells, a single cell cycle takes approximately 24 hours. 24 മണിക്കൂർ എടുക്കും. ഹൗ മെനി ഹ്യൂമൻ സെൽസ് ആർ മെയ്ഡ് ഇൻ 24 hours? നമ്മുടെ ഒരു ദിവസത്തിൽ എത്ര സെല്ലാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അക്കോർഡിംഗ് ടു ബയോളജിസ്റ്റ് റോൺ സാൻഡർ ആൻഡ് റോൺ മിലോ ഓഫ് ദ വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇൻ ഇസ്രായേൽ, യുവർ ബോഡി റീപ്ലേസസ് അറൌണ്ട് 330 billion cells per day. At that rate, your body is making over 3.8 million new cells every second. ഒരു ദിവസം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സെൽസ് നോക്ക്. 333 ബില്യൺ, 330 ബില്യൺ, അതായത് 33 കോടി ആണെന്നാണ് എൻ്റെ ഒരു കണക്ക്. കറക്റ്റാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോയാലും ക്ഷമിക്കുക. ഇത്രയും സെൽസ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുകയാണ്. നമ്മൾ ഇതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? നമ്മളൊന്നും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ മനുഷ്യൻ എത്ര വിലയുള്ള മനുഷ്യനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും
മനുഷ്യൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്തുമാത്രം വാല്യുബിൾ ആണ്. ഒരു മനുഷ്യനെയും അതുകൊണ്ട് നമ്മൾ നിന്ദിക്കാനായിട്ട് പാടില്ല. ദൈവം അത്ര ഇതായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെയും നിന്ദിക്കാനായിട്ട് പാടില്ല. ഒരു മനുഷ്യനും പണ്ഡിതനെന്ന് അഹങ്കരിക്കാനും പാടില്ല. ഞാൻ എന്തൊക്കെയാണ് പണ്ഡിതനാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ മൂഢനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാത്ത കാര്യങ്ങളാണ് ധാരാളം. ഇനി അടുത്ത നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഹൗ ഓൾഡ് ഇസ് ദ ബ്ലഡ് ഇൻ യുവർ ബോഡി? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബ്ലഡ് സെൽസ് ഹാവ് എ ലൈഫ് സ്പാൻ ഓഫ് അബൌട്ട് 120 days ആൻഡ് the body constantly makes a new red blood cells in the bone marrow, but it still takes time to regenerate the cells, so you can't donate blood every day. അപ്പോൾ നമ്മൾ ചില അസുഖങ്ങൾ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു അസുഖമാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ പൈൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ, ചിലർ ഈ ബ്ലീഡിങ് എത്ര ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്തുകൂടാ. എത്രയും പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരിക. കാരണം എന്ന് വെച്ചാൽ ബ്ലീഡിങ് നമ്മൾ ഉണ്ടായിത്തീർന്നാൽ അവിടുത്തെ ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന അവ ഇരിക്കും തോറും ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. ഒരു മണിക്കൂർ ഇരുന്നിരുന്നാൽ അത്രയും ബ്ലഡ് നഷ്ടപ്പെടും. അപ്പോൾ അത്രയും ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നാൽ അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ബ്ലീഡിങ് പെട്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഡോക്ടേഴ്സ് എല്ലാം പറയുകയുണ്ടായി. ഹമാമലിസ് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീനസ് ബ്ലഡ് നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്യുന്നത് ഒരു 15 ഡ്രോപ്പോ 20 ഡ്രോപ്പോ നമുക്ക് ഹമാമലിസ് കൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു 3-4 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ വിട്ടുപോയെന്നോ അറിയില്ല, ഞാൻ മൊത്തം കേൾക്കാൻ പറ്റിയില്ല. കൽക്കേറിയ കാർബ് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. കൽക്കേറിയ കാർബും നല്ല അവിടുത്തെ ഇൻഫ്ലമേഷനും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് പലപ്പോഴും എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അത് 1 CM വരെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഇതെല്ലാം ചുരുങ്ങും, പെട്ടെന്ന് ചുരുങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൽക്കേറിയ കാർബ്. ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ ഇന്നലെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ അങ്ങനെ നമ്മൾ ബ്ലഡ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് WBCയുടെ ലൈഫ് സ്പാൻ. അബൌട്ട് 12 to 20 days. White blood cells are also called leukocytes. They are irregular and colorless cells with a nucleus. They protect the body from infections and foreign particles. The lifespan of WBC is about 12 to 20 days. നമ്മൾ ഈ 10-20 ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് 3 ആഴ്ച ടൈം. ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് 3 ആഴ്ച ടൈം പറയാം. അത് നമ്മൾ WBCയിൽ നമ്മൾ ഒരു ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 ആഴ്ചത്തെ ടൈം നമുക്ക് പേഷ്യൻറ്റിനോട് ആവശ്യപ്പെടാം. ഇത്ര 3 ആഴ്ച കൊണ്ട് വ്യത്യാസം വരും. ഒരു RBCയിൽ ഒരു അനീമിയ കേസാണെങ്കിൽ നമ്മളൊരു 4 മാസം പറയാം. ഒരു 4 മാസം കഴിച്ചു തീരുമ്പോൾ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും നമുക്കിപ്പോൾ WBC ആയിരുന്നാലും RBC ആയിരുന്നാലും RBC ഒക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഈ ഡോക്ടേഴ്സിന് മെഡിസിൻ കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എല്ലാം മിക്കവാറും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന്. പിന്നെ ഞാനായിട്ട് അത് പറഞ്ഞ് എൻ്റെ അല്പജ്ഞാനം അവിടെ വിളമ്പേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും തന്നെ എല്ലാം നല്ല രീതിയിൽ അറിവുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മേഖല വിട്ടുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്നത്. സോറി. ഇനി അടുത്തത്, വിച്ച് ഓർഗൻ ഡൈസ് ഫസ്റ്റ്? നമ്മുടെ ശരീരത്തിൽ ഏത് ഓർഗനാണ് പെട്ടെന്ന് മരിക്കുന്നത്? അല്ലെങ്കിൽ ദ ബ്രെയിൻ ആൻഡ് നെർവ് സെൽസ് റിക്വയർ എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ will die within a few minutes. Once you stop breathing, the next to go will be the heart, followed by the liver and the kidneys and pancreas, which can last for about an hour. Skin, tendons, heart valves and corneas will still be alive after a day. ഒരു ദിവസം കഴിഞ്ഞിട്ട് വരെ സ്കിന്ന്, ടെൻഡൻസ്, ഹാർട്ട് വാൽവ്സ് ആൻഡ് കോർണിയാസ് വിൽ സ്റ്റിൽ ബി alive after a day. ഇന്ദിരാഗാന്ധി മരിച്ചു തീർന്നപ്പോൾ പണ്ട് വെടിയേറ്റ് 29 വെടിയാണ് ബുള്ളറ്റാണ് ശരീരത്തിലിരുന്നത്. രാവിലെ 8 മണിക്ക് വെടികൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് പ്രഖ്യാപിച്ചത് 12 മണിക്ക് ശേഷമാണ് ഇന്ദിരാഗാന്ധി മരിച്ചു. എന്നിട്ട് പറഞ്ഞു ഡ്യൂ ടു ഷോക്ക്. ഇത് കേട്ട പലരുമൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് മൂക്കത്ത് വിരൽ വെച്ചു. അവർക്ക് വെടിയേറ്റെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പറഞ്ഞെന്താണ്? ഡ്യൂ ടു ഷോക്ക്.
മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിരുന്നാൽ, മരണം ബ്ലഡ് 20%-ലേറെ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കാം. മരണം സംഭവിക്കുന്നതിന് ബ്ലഡ് ലോസ് വന്നതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി മരിച്ചു. വെടിയേറ്റത് സെക്കൻഡറി തിങ്. ആദ്യത്തെ ആ വെടിയുടെ കാര്യങ്ങൾ അത് വേറൊരു ഭാഗമാണ്. എന്തുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന കാരണങ്ങളാൽ ബ്ലീഡിങ് ഉണ്ടായി, ആ ബ്ലീഡിങ് മൂലമാണ് മരിച്ചത്. നമുക്കറിയാം, സാധാരണ മരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അഥവാ മരണം പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെക്ക് ചെയ്തതിന് ശേഷം 3 മണിക്കൂറിനകത്താണ് മരിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ പറയണം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സൊമാറ്റിക് ഡെത്ത് കഴിഞ്ഞ് മോളിക്കുലർ ഡെത്തിലോട്ട് പോയി തീർന്നതിന് ശേഷമേ ഒരു കേസ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ദ ബ്രെയിൻ ആൻഡ് നെർവ് സെൽസ് റിക്വയർ എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് വിൽ ഡൈ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ്. ഇന്നലെ തന്നെ നമ്മളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഒരു പെണ്ണ് സ്വന്തം കുഞ്ഞിനെ, 4 വയസ്സായ കുഞ്ഞിനെ കഴുത്തും ഞെരിച്ച് കൊന്നിട്ട് ഒരു സൂട്ട് കേസിലകത്താക്കി. അവൾ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നി. ഓട്ടോയിലാണ് അവൾ പോയത്. അവൾ ആ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ നമ്പർ എടുത്ത് പോലീസ് തൂക്കി തീർന്നപ്പോൾ സൂട്ട് കേസിനകത്ത്, അവളുടെ ബ്രീഫ് കേസിനകത്ത് സ്വന്തം കുഞ്ഞിനെ, 4 വയസ്സായ കുഞ്ഞിനെ. നമ്മളിപ്പോഴും പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ എന്തുമാത്രം വാല്യുബിളാണ് മനുഷ്യൻ. ഇന്ന് ലോകം മറ്റൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള എന്താണ്? എങ്ങനെ കൊല്ലാൻ കഴിയുന്നു? സ്വന്തം അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് കഴിയും. അപ്പം അത്രയേറെ മനുഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പാപം, ജീവിത സുഖത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തീർന്നാൽ, മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തീർന്നാൽ അവൻ എന്തും ചെയ്യും. എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് പിന്നിൽ മറ്റൊരു ലോകമുണ്ട്. ആ ലോകം, നമ്മൾ നിത്യത എന്ന് പറയുന്നത് അതാണ്. എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട് നിത്യതയിൽ. നമ്മൾ അല്ലെങ്കിൽ 10 വർഷം 20 വർഷം കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് അങ്ങ് തീർന്നു പോകും. നമ്മൾ കംപ്ലീറ്റ് ഇല്ലാതാകുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കാൻ പറ്റും. നമ്മളില്ല, ആത്മാവില്ലാത്ത. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഹാനിമാൻ അത്രയേറെ വീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ ഫിലോസഫി എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഈ പോളിക്രസ്റ്റുകൾ, നമുക്കൊരു 10-25 പോളിക്രസ്റ്റുകൾ, അത് ഏത് കൊടുത്തിരുന്നാലും എല്ലാ അസുഖങ്ങൾക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരല്പമെങ്കിലും വ്യത്യാസം വരും. കാരണം എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ഒരു ഡോസേജ് നമ്മൾ കൊടുത്തിരുന്നാൽ അത് നമ്മുടെ ഒരു വലിയ കഴിവൊന്നുമല്ല. പലപ്പോഴും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മുടെ കഴിവുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ഡോക്ടർ ഭാഗ്യലക്ഷ്മി പറയുണ്ടായി, വേറൊരു അസുഖത്തിന് വേണ്ടിയാണ് മുടി കൊഴിച്ചിലിനെ കണ്ട് ചികിത്സിച്ചാണ് പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു പൈൽസ് എല്ലാം മാറിയത്. നമ്മളറിയാതെ ഒരുപാട് ഹിഡൻ ഹീലിംഗ് പവേഴ്സ് മെഡിസിൻ ഉണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലെ തന്നെ ഒരാളിന് ഇതുപോലെ ഇതിന് ആണിരോഗത്തിന് കൊടുത്തതാണ്. ആണിരോഗത്തിന് ആൻറ്റിക്രോളാണ് കൊടുത്തത്. നമ്മൾ ഈ ആണിരോട്ട് നോക്കിയാണ് കൊടുക്കുന്നത്. പക്ഷെ തലയിലുണ്ടായിരുന്ന ഇതെല്ലാം കൊഴിഞ്ഞു പോയി. എന്താണ്? വാട്സ് ഉണ്ടായിരുന്നു. വാട്സ് എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ഹീലിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പാറ്റേണിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം വരുമ്പോൾ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഫസ്റ്റിലത്തെ ഒരു കണ്ടീഷന് സ്റ്റേജ് അങ്ങ് മാറ്റും. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചികിത്സിക്കുന്നു. ചില ഡോക്ടേഴ്സ് അങ്ങനെയല്ല. ഓരോരുത്തർക്ക് നമുക്ക് നോക്കി തീർന്നാൽ ഈ ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകൾ പല രീതിയിൽ വിശാലമായിട്ട് കിടക്കുകയാണ്. നമ്മളെല്ലാവരും വിജയിക്കുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിജയിക്കുന്നുണ്ട്. വളരെ കുറച്ച് കേസുകൾ നമ്മൾ പരാജയപ്പെടുന്നുമുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോമിയോ മരുന്നിൻ്റെ വ്യാപ്തി, ഭയങ്കരമായിട്ടുള്ള വ്യാപ്തി അതിൻ്റെ ചികിത്സിക്കാനായിട്ടുള്ള. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ബ്രെയിൻ സെൽസ് ആദ്യം നശിക്കും, പിന്നെ അത് കഴിഞ്ഞ് നടന്നതിന് ശേഷം ഹാർട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവർ, ദെൻ ദ കിഡ്നീസ് ആൻഡ് പാൻക്രിയാസ് വിച്ച് ക്യാൻ ലാസ്റ്റ് ഫോർ ആൻ അവർ. 1 മണിക്കൂർ കഴിയുമ്പോൾ കിഡ്നിയും പാൻക്രിയാസും ഒക്കെ നശിക്കും. സ്കിൻ ആൻഡ് ടെൻഡൻസ്, ഹാർട്ട് വാൽവ്സ് ആൻഡ് കോർണിയാസ് വിൽ സ്റ്റിൽ ബി അലൈവ് ആഫ്റ്റർ എ ഡേ. അതുകൊണ്ടാണ് ഈ കണ്ണൊക്കെ ഉടൻ അവർ 24 മണിക്കൂറിനകത്ത് കണ്ണ്, ഇപ്പോൾ ചില കണ്ണുകളൊക്കെ നമ്മൾ ദാനം ചെയ്യുന്ന വ്യക്തികളുടെയൊക്കെ കണ്ണ് ഉടൻ അവർ എടുക്കുന്നു. ഇത്ര മണിക്കൂർ വരെ അതിനകത്ത് ജീവനുണ്ട്. അത് കഴിഞ്ഞിരുന്നാൽ പിന്നെ അത് രക്ഷിക്കാനായിട്ട് കഴിയില്ല. ഇനി അടുത്തത് പറയുന്നത്, വിച്ച് ഓർഗൻ ഗ്രോസ് ഇറ്റ് സെൽഫ്? ദ ലിവർ. ഓൾദോ സം പേഷ്യൻസ് who have a diseased portion of the liver removed are unable to regrow the tissue and end up needing a transplant. Researchers from Michigan State University believe blood clotting factor fibrinogen may be responsible. Wait a second.
ഇപ്പം ലിവർ സെൽസ് വളരെ പെട്ടെന്ന് വളരുന്നതാണ്. പലപ്പോഴും ലിവർ മാറ്റി വെക്കേണ്ടി വരുന്നത് വേറൊരു അവസ്ഥയിലാണ്. അത് സാധാരണ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്ന ഒരു ഭാഗമാണ്. വാട്ട് കീപ്സ് ഹ്യൂമൻ സെൽഫ് അലൈവ്? All cells need oxygen, but brain cells need it even more. If your brain cells do not have oxygen for several minutes, they begin to die. Even if your body survives for 5 or more minutes without oxygen, you may have brain damage because of the brain cells died when they did not get the oxygen they needed. നമ്മുടെ ശരീരത്തിൽ ഏകദേശം പറയുന്നതെന്ന് പറഞ്ഞാൽ 60% ഓക്സിജനും ബ്രെയിൻ്റെ വർക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എനർജി. ഇനി അടുത്ത നമ്മൾ വേറൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Why did HeLa cells survive? 3 HeLa cells are immortal, meaning they will divide again and again and again. This performance can be explained by the expression of an overactive telomerase that rebuilds telomeres after each division, preventing cellular aging and cellular senselessness and allowing perpetual divisions of the cells. ഒരു ഹീല സെൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സ്ത്രീയിൽ നിന്നാണ്. ഹീല ഹെൻറിറ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്നും 1951 അവരുടെ ക്യാൻസർ സെൽസ് പരിശോധിച്ച് അവരുടെ എടുത്തപ്പോൾ ബയോപ്സി എടുത്ത് പറഞ്ഞപ്പോഴാണ് ഈ ഹീല സെൽസ് എന്ന് പറയുന്ന സെൽസ്, അതായത് ഹീല സെൽസ് എന്ന് പറയുന്നത് അവരുടെ പേര് തന്നെ എടുത്തിട്ട് അവരുടെ 2 അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഹീല സെൽസ് എന്ന് പറയുന്ന സെൽസിനെ കുറിച്ച് പറയുന്നത്. ഈ സെൽസിനെ പറ്റി പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഈ സെൽസ് ഇമ്മോർട്ടൽ, നശിക്കാത്ത സെൽസ്, വളർന്നുകൊണ്ടേയിരിക്കുന്ന സെൽസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ക്യാൻസറിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത്. ക്യാൻസർ സെൽസ് അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ മെഡിസിന് കഴിക്കുന്ന സമയത്ത് ആ സെൽസിൻ്റെ ഏതാനും ചിത്രങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുവരുന്നിട്ട് ചിലർ പറയും നിരീശ്വരവാദി ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഡു സെൽസ് ഹാവ് ഡെത്ത്? സെൽസിന് മരണമുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞു മരിക്കാത്ത സെൽസ്, ചില സെൽസ് ഉണ്ട്, സ്റ്റെം സെൽസ്. അത് അതേ രൂപത്തിൽ തന്നെ ജനിക്കുന്ന സമയത്ത് എംബ്രിയോയിൽ ഇരുന്നത് പോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കുന്ന ചില സെൽസാണ്. പിന്നെ ഈ സെൽസ്, നമ്മൾ പറഞ്ഞ ഈ സെൽസ് ഹീല സെൽസും മരണമില്ലാത്ത സെൽസ് എന്നാണ് സാധാരണ പറയുന്നത്. Cells can die because they are damaged, but most cells die by killing themselves. There are several distinct ways in which a cell can die. Some occurs by organized, programmed process. നമ്മുടെ ഓരോ സെല്ലിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവൻ മരണമടയും. അതിന് തന്നെ സെൽഫായിട്ടുള്ള പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടുമ്പോൾ അവൻ്റെ നമുക്കറിയാം ഫാഗോസൈറ്റോസിസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ അവൻ മരിച്ച് ചത്ത് മറ്റൊന്നായിട്ട് രൂപം കൊള്ളും. നമുക്കിപ്പോൾ അറിയാം ലിവറിലാണ് നമ്മൾ ഹീമോലൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. എന്തിൽ നമ്മൾ RBC ഹീമോഗ്ലോബിൻ എല്ലാം 120 ദിവസം കഴിഞ്ഞിട്ടപ്പോൾ അത് മരണപ്പെടേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തിരി കുറച്ചുകൂടെ കൂടുതൽ നാൾ ജീവിച്ചിരുന്ന എന്താണ് ഗുണമുണ്ടോ ദോഷമാണോ? 120 ദിവസം കഴിഞ്ഞ് വരുന്നതിന് ശേഷം RBC ജീവിച്ചിരുന്നാൽ ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്. ഈ വയസ്സായ പാർട്ടികൾ ഇറങ്ങി നടന്ന് ചൊറിച്ചിലുണ്ടാക്കും ശരീരം മൊത്തം. അവിടെ ചൊറിച്ചിലുണ്ടാവില്ല, അകാരണമായിട്ട് ചൊറിച്ചിലുണ്ടാകുന്ന ആ വ്യക്തികൾക്ക് നമുക്കൊരു മരുന്നുണ്ട്. ആ ഹീമോലൈസിസ് നടക്കാൻ വേണ്ടി, ചാകേണ്ട സമയത്ത് കൊല്ലാൻ വേണ്ടി
നമുക്ക് നല്ലൊരു ഹോമിയോ മരുന്നുണ്ട്. ഏതാണെന്നറിയോ? കൽക്കേറിയ സൾഫ്. കൊടുത്തു തീർന്നാൽ ആദ്യം പെട്ടെന്നൊന്ന് ചൊറിച്ചിൽ കൂടും, പെട്ടെന്ന് പിന്നെ അത് കഴിയുമ്പോൾ ചൊറിച്ചിൽ കുറയും. ഭയങ്കര എഫക്റ്റാണ് കൽക്കേറിയ സൾഫ്. നമ്മൾ ഉപയോഗിച്ച് തീർന്നാൽ അകാരണമായിട്ട് വരുന്ന ചൊറിച്ചിൽ ഈ സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ കറങ്ങി കിടക്കുന്ന RBC അവിടെ ലോക്കൽ ഇറിറ്റൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് കൽക്കേറിയ സൾഫ് നല്ലൊരു മെഡിസിനാണ്. കൽക്കേറിയയും സൾഫും അത് ചേർന്നിട്ടുള്ളതാണല്ലോ കൽക്കേറിയ സൾഫ്. അപ്പോൾ അതുകൊണ്ടാണ് സൾഫർ നമ്മൾ ചൊറിക്ക് സാധാരണ അവിടെയും സൾഫറിന് അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഈ സംഗതി മാറാനായിട്ട്. നമ്മൾ അതുകൊണ്ടാണ് സൾഫർ ഡോസേജ് നമ്മൾ ഉപയോഗിക്കുന്ന സൾഫർ നമ്മൾ ഒണ്ണമാണ്. ഞാൻ സാധാരണ സൾഫർ ഒണ്ണം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഒണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പച്ചവെള്ളം പോലെ ഒന്നും ഉപയോഗിക്കത്തില്ല. ഒരു ഗുളികയിൽ ഇങ്ങനെ തൊട്ട് മെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗുളികയാണ് ഞാൻ ചികിത്സിക്കുന്നത്. ഒരു ഗുളികയൊക്കെ വെച്ച് ചികിത്സിക്കും. ഒരുപാട് വർഷം ഞാൻ സൾഫർ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. 10-25 വർഷത്തോളം എൻ്റെ ആശുപത്രിയിൽ സൾഫർ ഇല്ലായിരുന്ന ഒരു വ്യക്തിയാണ്. പേടിച്ചുപോയി. ആദ്യത്തെ ദിവസം 1986 ഞാനൊരു ആശുപത്രിയിൽ ആദ്യമായിട്ട് പോയിരുന്നു. വന്ന കുട്ടിക്ക് ഒരു 6 ഡോസ് സൾഫർ 200 കൊടുത്തു. പിറ്റേ ദിവസം ആ വ്യക്തിയെ കണ്ട ഞാൻ പേടിച്ചു പോയി. പിന്നെ ഒരു 10-25 വർഷത്തോളം ഞാൻ സൾഫർ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സൾഫറിനെ കുറിച്ചും അതുപോലെ തന്നെ ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ സൂക്ഷിക്കണം ഉപയോഗിക്കുന്നു. ക്യാൻ ഹ്യൂമൻ സെൽസ് ബി ഗ്രോൺ? Body tissues grown by increasing the number of cells that makes them up. Cells in many tissues in the body divide and grow very quickly until we became adults. നമ്മൾ ഈ പ്രായമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടീനേജേഴ്സ് പ്രത്യേകിച്ച് ആ സമയത്ത് വളരെ പെട്ടെന്നാണ് സെൽസ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. When we are adults, many cells mature and become specialized for the particular job in the body. നമ്മുടെ ശരീരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ ജോബ്, ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെൽസും ഫോം ചെയ്യും. സോ ദേ ഡോണ്ട് മേക്ക് കോപ്പീസ് ഓഫ് ദംസെൽഫ്, റീപ്രൊഡ്യൂസ്. അതുപോലെ തന്നെ അത് പറഞ്ഞത് അതുപോലെ ഹൗ ലോങ് ഡു WBC live leukocyte life? Our bone marrow is constantly producing white blood cells because they have a limited lifespan of only 1 to 3 days. WBC are stored in the blood and the lymphatic tissues. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത്, which human body cells have the longest lifespan? ന്യൂറോൺസ് ആണ്. The longest living cells are neurons. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് എത്ര ദിവസം നാൾ വരെ? ബോൺ സെൽസിന് 30 വർഷം വരെ. Neurons are unique because of that fact that mature cells oppose division to create new cells after development in the fetus. While other cells in the body die and regenerate, many neurons remain the same throughout a person's lifespan. ഒരു മനുഷ്യന്റെ ജീവിതകാലം മൊത്തം ന്യൂറോൺസ് ജീവിച്ചിരിക്കും. നമ്മൾ ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. ഹെഡ് ഇഞ്ചുറി, ഹെഡിനകത്ത് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് അനസ്തീഷ്യ ഉപയോഗിക്കാറില്ല. അറിയോ? എല്ലാ സെൻസേഷനും ഉണ്ടാകുന്നതാണെങ്കിലും ഹെഡിനകത്ത്, നമ്മൾ തലയ്ക്കകത്ത് സർജറി നടത്തുന്ന സമയത്ത് അന്നേരം ഒരു അനസ്തീഷ്യയുടെയും ആവശ്യം ഇല്ല. അത് ഭയങ്കര രസകരമായിട്ട് ഞാൻ അടുത്ത കാലത്താണ് അറിയുന്നത്. സർജറി ചെയ്യുന്ന സമയത്ത് അത് ഒരു അനസ്തീഷ്യയും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഓപ്പറേഷൻ ചെയ്യും. വിച്ച് ഹ്യൂമൻ സെൽസ് ഹാവ് ദ ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ? ഇനി നമ്മൾ ലോങ്ങസ്റ്റ് അറിഞ്ഞു, ന്യൂറോൺസ് ആണ്. ഇനി ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്, വിച്ച് ഹ്യൂമൻ സെൽസ് ഹാവ് ദ ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ? സെൽസ് ലൈനിങ് ദ സർഫസ് ഓഫ് ദ ഗട്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്തുള്ള, known by other methods to last only for 5 days, are among the shortest lived in the whole body. ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. How long do human cells live? On average, the cells in the body are replaced every 7 to 10 years. But those numbers had a huge variability in lifespan across the different organs of the body. Neutrophil cells, a type of white blood cells, might only last 2 days, while the cells in the middle of the eye
lenses will last your entire life. അതും ഒന്ന് ശ്രദ്ധിച്ചോണേ. Middle of your eye lenses will last your entire life. ഇത് ചില ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, പിരുകം എന്താ? പിരുകം ഒരേ രീതിയിൽ ഇപ്പോൾ ചിലതിൻ്റെ വളർച്ച നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ? കണ്ട പിരുകമല്ല, പീലി. പീലിയുടെ നീളം ഇത്രയൊക്കെ വരത്തുള്ളൂ. പീലിയുടെ നീളം കൂടത്തില്ല, അതൊരു പരുവത്തിന് നിൽക്കും. എന്നാൽ വേറെ രോമങ്ങളെല്ലാം വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞു. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹെൻറിറ്റ ലാക്സ് ഹീല, ദ മദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്നാണ് പറയുന്നവർ. അവർ 51 അവരുടെ ക്യാൻസർ എടുത്തപ്പോഴാണ് ആ ക്യാൻസർ സെല്ലിനെ കുറിച്ച് കാണുന്നത്. ഇനി ഹീല എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലാണോ? അവരുടെ ക്യാൻസർ സെല്ല് കണ്ടപ്പോൾ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് തീർന്നപ്പോഴാണ് അതിൽ നിന്ന് അവർ മനസ്സിലാക്കുകയും ഇത് അതിനെക്കുറിച്ച് ഇതാ പറയുന്നു. വൈ ആർ ഹീല സെൽസ് സോ സ്ട്രോങ്? ഹീല സെൽസ് ആർ ഇമ്മോർട്ടൽ as they have an overactive version of the enzyme telomerase that prevents the shortening of the chromosome telomeres and prevents cellular aging and cell death. അതിൽ കുറച്ചുകൂടെ ഞാൻ അത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സമയമായിരുന്നു. What is the difference between HeLa cells and stem cells? A stem cell's line is distinctly different from an immortalized cell. ഇത് രണ്ടും line, such as HeLa line. While stem cells can propagate indefinitely in culture due to their inherent properties, immortalized cells would not normally divide indefinitely but have gained this ability due to mutation. ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഈ സെൽസിന് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ വേറെ പറയാം. നമ്മൾ ഏതായിരുന്നു ഹീല സെൽസിനെ കുറിച്ച് നിങ്ങളെല്ലാവരും പഠിക്കുക. നമ്മൾ ഹീല സെൽസും സ്റ്റെം സെൽസിനെ കുറിച്ച് നമ്മൾ ഇത് രണ്ടും ട്രീറ്റ്മെൻറ്റ് പാറ്റേണിൽ ഒരുപാട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. പിന്നെ ഇമ്മോർട്ടൽ സെൽസ് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നമുക്ക് പിന്നെ വേറൊരു സംഭവം കൂടെ കാണിച്ചിട്ട് ഇനി ഒരു കാര്യം, ക്യാൻ സെൽസ് ഓൺലി ഡിവൈഡ്? ഒരു സെൽസ് ഡിവൈഡ് ചെയ്യുന്ന 50 പ്രാവശ്യമാണോ എന്നാണ് ഒരു ചോദ്യം. സെൽസ് നോർമലി ക്യാൻ ഡിവൈഡ് ഓൺലി അബൌട്ട് 5 to 70 ടൈംസ് വിത്ത് telomeres getting progressively shorter until the cells became senescent or die. Telomeres do not shorten in tissues that cells do not continually divide, such as telomeres-ന്റെ കുറിച്ച് നമ്മളിപ്പോൾ ഞാൻ 1-2 ഇത് ഒരു ക്രോമസോമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതാണ് ഈ പ്രോസസ്സാണ്. ഏജിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ടീലോമസിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ ക്രോമസോം ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് വരുന്ന സമയത്ത് ക്രോമസോം കുറഞ്ഞ് ഈ ടീലോമസിൻ്റെ അളവ് കുറഞ്ഞ് ഈ നീല കളർ കാണുന്നു. അതിൻ്റെ കുറഞ്ഞ് ഏകദേശം 8 വരെ, 8 ആണെന്ന് തോന്നുന്നു, 8 നാനോമീറ്റർ വരെ വരും. നമ്മുടെ ഹോമിയോ മരുന്നൊക്കെ ഏകദേശം നാനോമീറ്റർ ആ അളവിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആക്ഷനും ആ മേഖലയിലൊക്കെ പോകുന്നത്. What telomeres made of? What is the function of a telomerase? An enzyme in cells that helps keep them alive by adding DNA to telomeres, the ends of the chromosome. Each time a cell divides, the telomeres lose a small amount of DNA. DNA ഇങ്ങനെ കുറഞ്ഞ് സെൽസിലോട്ട് ഇങ്ങനെ പോകും. ഏജിങ് പ്രോസസ്സിൽ നടക്കുന്നത്. അതിൻ്റെയൊക്കെ കുറേ പടങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് വളരെയേറെ ഗുണം ചെയ്യുന്നത്. ഇത് തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ ഒരു കൊച്ചു സാധനമാണ്. ഈ കൊച്ചു സാധനമാണ് ഏജിങ്ങിന് വളരെയേറെ, അതിൻ്റെ തൈമസ് ഗ്ലാൻഡിനെ നമ്മൾ ആ ഏജിങ് പ്രോസസ്സിനെ കുറച്ചൊക്കെ മാറ്റാനായിട്ട് തൈമസ് ഗ്ലാൻഡിൽ നമ്മൾ പല പ്രവർത്തനങ്ങളും നടത്തി തീർന്നാൽ കഴിയും. നമുക്ക് ആ പ്രധാനമായിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിരുന്നാൽ, നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചില മെഡിസിൻസ് നമ്മൾ ഉണ്ട്. സെലേനിയം, ആസിഡ് ഫോസ്, ലൈക്കോപോഡിയം, കലേഡിയം, പിന്നെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ പറ്റുന്ന ആസിഡ് ഫോസ് പറഞ്ഞു അല്ലേ. പിന്നെ ഇതൊക്കെ തന്നെയാണ് മരുന്നുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞ് ഞാനിവിടെ സമയമായി നിർത്തുകയാണ്.
ഇത്രയും കാര്യം. സെലനിയം, ആഗ്നസ് കാസ്റ്റസ്, അത് വിട്ടുപോയി. ആഗ്നസ് കാസ്റ്റസ്, ടെല്ലൂറിയം. നമ്മൾ സെലിനിയം, ആഗ്നസ് കാസ്റ്റസ്, കലേഡിയം, സൾഫർ, ടെലൂറിയം, ഫോസ്ഫോറിക് ആസിഡ്, ഇത്രയും മരുന്നുകൾ നമ്മുടെ ഹെൽത്തിന് വളരെയേറെ, നമ്മൾ ബാക്കിയുള്ള മെഡിസിൻസൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മെഡിസിൻസ് കൂടെ കൊടുത്തു തീർന്നാൽ പൊതുവേ മനുഷ്യൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സമയം ആയി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നത് ചോദിക്കണേ, അറിയില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാവുന്നത് കടുകോളം, അറിയാത്തത് കടലോളം. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ ഡോക്ടറെ, ഇന്ന് നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. എന്താണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതെനിക്കും അറിയത്തില്ല. ശരി. ഇന്നലെ രാത്രി ഇദ്ദേഹം ചോദിച്ചു, നമ്മള് ധനേഷ് ഡോക്ടർ ചോദിച്ചു, ഡോക്ടറെ എന്താ? അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് പറ്റുമോന്ന് ചോദിച്ചു. ഇന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കാൻ നോക്കിയിട്ട് ജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ അനുഭവങ്ങൾ പെട്ടെന്ന് വന്നത് ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും എല്ലാവരും അനുഭവം പറയുന്നുണ്ട്, നമുക്കൊരു അനുഭവമൊക്കെ നോക്കി പറയണമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷെ രാവിലെ ആയപ്പോൾ, രാവിലെ അല്ല, ഒരു ഏകദേശം ഉച്ച ആയപ്പോൾ വിഷയമെല്ലാം മാറി. വിഷയം ഇങ്ങനെയൊക്കെ ആയി മാറി. അല്ല, അതിപ്പോ ഇത്രയും സെക്ഷൻ അങ്ങനെ പുസ്തകങ്ങളിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. ഇത് നെറ്റിൽ സെർച്ച് ചെയ്ത് ഈ വിഷയം ഇത് ഞാനിങ്ങനെ സെർച്ച് ചെയ്യാം നോട്ട്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷം ഞാൻ റെഡിയാക്കി എടുത്താണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഏകദേശം നമ്മൾ ഒരു ഹ്യൂമൻ അനോട്ടമി ഫിസിയോളജിയെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ ആ ധാരണയിൽ എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ നെറ്റിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കും. അപ്പൊ നമുക്കറിയാവുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യും. അത് ശരി, പറക്കിയെടുത്ത് നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ മെഡിസിൻ എവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് തരുമ്പോൾ, കാരണം ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, എന്തായാലും ഒരു വ്യത്യസ്തമായ വളരെ ആധുനികമായ കാര്യങ്ങളാണ് ഡോക്ടർ ചിന്തിച്ച് കണക്ക് കൂട്ടി കൊണ്ടുവന്നത്. എന്തായാലും മറ്റുള്ളവർക്ക് ഇതിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഹ്യൂബർട്ട് ഡോക്ടറുടെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. നമുക്ക് ഇനി കുറച്ച് 59 മിനിറ്റേ ഉള്ളൂ. ലാസ്റ്റ് എല്ലാവരും കൂടി വരാതെ ഓരോരുത്തരും നേരത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ വിളിക്കാം. ആദ്യം ധനേഷ് ഡോക്ടർ തന്നെ വിളിക്കാം. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ക്ലാസ് തീർന്ന കാര്യ ഉണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഡോക്ടർമാര് ആർക്കെങ്കിലും ഹ്യൂബർട്ട് ഡോക്ടർ ക്ലാസ്സിൽ ശാന്താചന്ദ്രൻ മാഡം ആണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത. മാഡത്തിനെ വിളിക്കാം. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കേക്കാവോ ഡോക്ടറെ? കേട്ടാൽ മാത്രം പോരാ, മുഖവും കൂടെ കാണണം, ആളെ മനസ്സിലാക്കാനാണ്. കാണാൻ നൈറ്റിയിലാണ്, അതുകൊണ്ടാ കാണാൻ തുറക്കാത്ത. മുഖം മാത്രം കണ്ടാ മതി. ഡോക്ടറെ, അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ. ഈ മാസം വീട്ടിൽ പറയാല്ലോ. പിന്നെ വ്യത്യസ്തനാമൊരു ഡോക്ടറാണ് നമ്മുടെ. വ്യത്യസ്തമായ ഒരു ക്ലാസ്, വ്യത്യസ്തമായ ഡോക്ടർ. ഒത്തിരി സന്തോഷം. ഈ സെല്ലിനെയൊക്കെ കുറിച്ച് ഇപ്പോഴും ഈ വയസ്സാകാലത്താണല്ലോ പഠിക്കാൻ പറ്റണെന്ന് ഓർക്കുക. ഇതൊക്കെ
കേട്ടിട്ട് കേട്ടിട്ടേ അങ്ങ് തിരിച്ചു സഞ്ചരിക്കും. കാണാവോ കാണാവോ കാണാം കാണാം കാണാം. കാണാം, ഇരുട്ട് കാണാം. മാത്രം ഇപ്പൊ. ശരി, ഓക്കെ, കാണാം കാണാം. കാണാവോ. അപ്പൊ താങ്ക് യു ഡോക്ടറെ. ഡോക്ടർ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഈ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയത്. അതിനെ സംബന്ധിച്ച് നമിക്കുകയാണ് കേട്ടോ. നമിക്കുന്ന. പിന്നെ നന്നായിരുന്നു ഡോക്ടറെ, നല്ല ഇതായിരുന്നു. എല്ലാം ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എങ്കിലും ഒരു സെല്ലിന്റെ പിന്നെ ലൈഫിനെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോ അതൊരു ആകാംക്ഷ വളരെ നന്നായിട്ടുണ്ട് ഡോക്ടർ. ഡോക്ടർ എഫർട്ടിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനി ഇത് ഞാൻ വിചാരിക്കുന്ന ഒന്നുകൂടെ യൂട്യൂബിൽ കാണാമല്ലോ നമുക്ക്. ഒന്നുകൂടെ കേൾക്കുകയും കാണുകയും ചെയ്യാൻ. അപ്പൊ ഒന്നും കൂടെ തറവാക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ. കാരണം ഞാനിത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും നല്ല അറിവുള്ളവരാണ്. എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അറിവുള്ളവരാണ്. അപ്പോൾ വല്ലതും നമ്മൾ അറിയാത്ത വല്ല കാര്യങ്ങളും പെട്ടെന്ന് കണ്ടു കയറുന്നത് നമ്മൾ കയറി അതിൽ കയറി പിടിക്കും, അതിൽ കയറി അതിൻ്റെ പറയാതെ പോകും. ഇതാകുമ്പോ ആരും സംശയം ചോദിക്കൂലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള ചോദ്യം ഒന്നും ചോദിക്കരുത്. ചോദിച്ചിരുന്ന ഞാൻ പെട്ടുപോകും. എന്നാലും നമ്മളെ ബ്ലഡ് സെൽസിന്റെ ബോൺ സെൽസിന്റെ അതിന്റെ ഒക്കെ ലൈഫ് സ്പാൻ പറഞ്ഞപ്പോഴേ ഒരു കൗതുകമുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിരുന്നു നമ്മുടെ ഡോക്ടർ. മാഡം നമ്മൾ ഇതിൽ എന്ത് സംശയം ചോദിക്കും? അപ്പൊ ശൈലിക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഏജിങ് ഒക്കെ കുറഞ്ഞു വരാണ്. എല്ലാരും വയസ്സായി കണ്ടവരൊക്കെ ഇപ്പൊ കൂടുതൽ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നോറും. ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഹ്യൂബർട്ട് ഡോക്ടർ അതുകൊണ്ടാണോ യങ്ങായിട്ടിരിക്കുന്നത്? 60 പോണ്. 25-ാം തീയതി ഞാൻ 60 ആവും. 25-ാം തീയതി ഞാൻ 60 ആവും. അപ്പോഴും നേരത്തെ കുറച്ച് മെഡിസിൻസ് പറഞ്ഞല്ലോ, അത് കഴിച്ചിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഇതൊക്കെ ദൈവാനുഗ്രഹം എന്ന് പറയും. ഒരു സെലിബ്രേഷൻ വേണമല്ലോ ബർത്ത്ഡേക്ക്. അതന്നെ, അതൊന്ന് പ്രത്യേകം പറയണം കേട്ടാ. ഷഷ്ടിപൂർത്തി ആഘോഷം. അതെ, IFAHന്റെ വൺ ഓഫ് ദ പില്ലർ. അതെ മാഡം, എനിക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. മാഡത്തിനും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരും. ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, അതാ കുറച്ചു ദിവസം ഇനി അടുത്ത വർഷം ഞാൻ ഒരു ഡോക്ടർ ചോദിച്ചിരിക്കുന്നു, ഡോക്ടർ സ്മിത്ത് ചോദിച്ചിരിക്കണം, വിച്ച് മെഡിസിൻസ് ആർ യു ടേക്കിംഗ് ഫോർ ഡിലേഡ് ഏജിങ്? യു ലുക്ക് വെരി യങ്. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു വിശ്വാസം ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പോകുമ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടും. അത് യേശുവിൻ്റെ തിരുശരീരം തിരുരക്തം എന്നാണ് വിശ്വാസം അത് സ്വീകരിക്കുന്നു. അപ്പം ഞാനൊരു ന്യായം അങ്ങോട്ട് ചോദിക്കണം. യേശുവെ, അങ്ങ് മരിച്ചത് 33-ാമത്തെ വയസ്സിലല്ലേ? അങ്ങ് വലിയതല്ലേ? അങ്ങ് ഇതല്ലേ? അങ്ങയുടെ ശരീരം ഭക്ഷിക്കുമ്പോൾ എൻ്റെ പ്രായം എത്രയേ ആകാവൂ? അങ്ങ് 33 വയസ്സിൽ മരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങയുടെ ശരീരം ഭക്ഷിക്കുന്ന ഞാൻ എത്ര വയസ്സേ ആകാവൂ? അതിനപ്പുറത്തോട്ട് 33 അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതെപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് ദൈവത്തോട്. ശരി, തികഞ്ഞ ദൈവവിശ്വാസിയും എല്ലാം വ്യത്യസ്തനായ ഡോക്ടർ. എല്ലാ നന്മകളും നേരുക. ഓക്കെ മാഡം, നന്ദി. അടുത്തത് ഡോക്ടർ ഏലിയമ്മ ജോർജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടർ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യാൻ. ഹലോ, ഹ്യൂബർട്ട് ഡോക്ടറെ, ഞാനിത് ആദ്യമല്ല കേട്ടോണ്ടിരിക്കുക. എനിക്ക് ആദ്യം കേട്ട ഒരു കാര്യം, ഇപ്പൊ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്വർഗലോകത്തിൽ നിന്ന് 2 ലോകത്തിൽ നിന്ന് വന്ന് മനുഷ്യ സ്ത്രീകൾക്ക് മക്കളുണ്ടായിരുന്നു. അതെവിടെയാ സാറേ പറഞ്ഞിരിക്കുന്നത്? അതെവിടെയാ? 36. ഓ, അങ്ങനെയുണ്ടോ? ശ്രദ്ധിച്ചു വായിച്ചാൽ മതി. ആരംഭത്തിൽ തന്നെ
കുറച്ചേ ഉള്ളു. 36 വായിക്കാം. ഈ വയസ്സായവർക്ക് കുറെ മെഡിസിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വയസ്സേറെക്കുറെ എത്തിയിരിക്കുക. ഇനി ഏതെങ്കിലും മെഡിസിൻ കഴിച്ചാൽ പ്രയോജനം ഉണ്ടോ ഇതില്? പിന്നെ ഈ ബൈബിളിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനിയുള്ള ഒരു യുഗം വരുന്നുണ്ട്. അക്കാലത്ത് മനുഷ്യൻ 100 വയസ്സിൽ മരിച്ചാൽ ശിശുമരണമെന്ന് കണക്കാക്കും. മനുഷ്യന്റെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ്സായിരിക്കും. അപ്പൊ ഇനി അങ്ങനെ ഒരു യുഗം വരാനിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പണ്ടത്തെ പോലെ ഒരു യുഗം മുമ്പോട്ട് പോകുമെന്നുള്ളതാ അല്ലേ? ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഇനി 500 700 ആയിരിക്കും നിൽക്കുന്നത്. ഏലിയമ്മ ഡോക്ടർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? റണ്ണിങ് 80. റണ്ണിങ് 80. ഓ അത് ശരി. അപ്പൊ ഇനി ഏജ് കുറയണോ? കൊറേ മെഡിസിൻസ് പറഞ്ഞതിൽ ഏത് കഴിച്ചാ പറ്റുമെന്നുള്ളതാ. അതിൽ ഏതാണോ ഡോക്ടർക്ക് ചേരുന്നത് അത് കഴിച്ചോ. അതാ ചേരുന്ന അറിയാൻ മേലാത്ത. എന്നാ പിന്നെ മേളിൽ നിന്ന് താഴോട്ട് ഓരോന്ന്. ഈ വേറെ എനിക്ക് രസകരമായിട്ട് ബൈബിളിൽ തോന്നിയ ഒരു കാര്യം, 40 വർഷം ഇവർ ഈ മരുഭൂമി കൂടെ സഞ്ചരിച്ചെന്ന് പറയുന്നു. ആ 40 വർഷം അവരുടെ ചെരുപ്പ് തേയുകയോ അവരുടെ വസ്ത്രം പഴകുകയോ ചെയ്തില്ലെന്നാണ്. 40 വർഷം മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചപ്പോ. അതിന് പ്രത്യേക ഒരു ഡിവൈൻ പവറാ അത് മനുഷ്യന്റെ ഇതിലല്ലല്ലോ. അവന്റെ വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം കൊടുത്തു, ഇറച്ചി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷ്യം കൊടുത്തു, അങ്ങനെ ലൈറ്റ് എല്ലാം കൊടുക്കുമല്ലോ. അപ്പോഴ് ഈ നമുക്ക് ചോദിച്ചാൽ കിട്ടും. നമ്മൾ ഈ ചോദിക്കാൻ മടിയാണ്. അത് ദൈവത്തിന്റെ ഒരു ആവശ്യമായിരുന്നു ഇവരെ കൊണ്ട് അക്കരെ കടത്തുക എന്നുള്ളത്. അതുകൊണ്ട് അവര് അതുപോലെ മേഘ സംഭവം ഡോക്ടറെ നമ്മള് സമയം കഴിയാറായി. 21:59 അല്ലെ 9:59. ശരി. താങ്ക് യു ഡോക്ടർ. ഡോക്ടറുടെ പുതിയ ആശയങ്ങളും എല്ലാത്തിനും വളരെ വളരെ നന്ദി. അപ്പോൾ ഇനി മറ്റ് ആർക്കും അഭിപ്രായങ്ങൾ പറയാനില്ലെങ്കിൽ ഏലിയമ്മ ഡോക്ടറെ, ഹ്യൂബർട്ട് ഡോക്ടർക്ക് ഒരു നന്ദി കൂടി. നന്ദി പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഒരു തകർപ്പൻ പവർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു ഇന്ന്. സംസാരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ടാണ് കേറായിരുന്നത്. എന്തായാലും വളരെ ഗംഭീരമാക്കിയ ഹ്യൂബർട്ട് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ, ഏലിയമ്മ ഡോക്ടറെ, ശാന്താചന്ദ്രൻ മാഡത്തിന് പറഞ്ഞു. അപ്പോ ഡോക്ടർ ഹ്യൂബർട്ടിന്റെ ഒരു നല്ല വ്യത്യസ്ത, ശാന്താചന്ദ്രൻ മാഡം പറഞ്ഞതുപോലെ വ്യത്യസ്തനായ ഒരു ഹ്യൂബർട്ട് ഡോക്ടർ വ്യത്യസ്തമായ ഒരു ക്ലാസ് ആണ് ഇന്ന് എടുത്തിരുന്നത്. അപ്പോ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും വ്യത്യസ്തമായ ഒരു ക്ലാസ് എടുത്ത ഹ്യൂബർട്ട് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.